കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഉടുമ്പൻചോലയിൽ ഉൾപ്പെടെ കേരളത്തിൽ നടക്കാതെ പോകുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്തതിനാൽ ആണെന്നും അതുകൊണ്ട് ഇത്തവണ ഉടുമ്പൻചോല ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും വിജയം സുനിശ്ചിതമെന്നും NDA ഉടുമ്പൻചോല സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് പറഞ്ഞു. രാജകുമാരിയിൽ ഇടുക്കി വിഷയോട് സംസാരിക്കുകയായിരുന്നു സംഗീത വിശ്വനാഥ്. രാജകുമാരി ബ്യൂറോയുടെ റിപ്പോർട്ട്. ഉടുമ്പൻചോലയിലെ NDA സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളൊപ്പമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് രാജകുമാരിയാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയുള്ളത്. ഈ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംബന്ധിച്ചുള്ള നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഈ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? ഏത് ഘട്ടം വരെയായി? ആദ്യമായി തന്നെ എല്ലാ പഞ്ചായത്തുകളും കവർ ചെയ്യുക, കീ വോട്ടേഴ്സിനെ കാണുക എന്നുള്ള ഒരു പരിശ്രമമാണ് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ഒരുവിധം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരിച്ചവരുടെ ഒക്കെ എന്താണ് അവർ ചെയ്തതെന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു അവസരം ഇവിടെ ആർക്കും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇന്ന് സെൻട്രൽ ലെവലിൽ എന്തൊക്കെ ഇവിടെ സാധിച്ചു എന്നുള്ളത് അവരുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ റോഡുകളുടെ വികസനമായാലും അതുപോലെ തന്നെ ഇവിടെ ജലജീവൻ പദ്ധതികളായാലും ഒട്ടനവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ പലതും ഇവിടെ നടപ്പിലാകാതെ പോകുന്നത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വികസനം വേണമെങ്കിൽ വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ LDF ഒക്കെ അവരൊക്കെ പറയുന്നത്. പക്ഷേ ആ വികസനം കണ്ണിൽ പൊടിയിടുന്ന ഒരു വികസനം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ജനങ്ങൾ തിരിച്ചറിയും. അപ്പം അതുകൊണ്ട് തന്നെ ആ ശരിയായ വികസനം ഈ ഉടുമ്പൻചോലയുടെ മണ്ണിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് യോജിച്ച് കിടക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാവണം. അതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിനായി അവർ ആഗ്രഹിക്കുന്നു. ആ മാറ്റം വേണമെന്ന് തന്നെയാണ് എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. NDAയുടെ സ്ഥാനാർത്ഥി തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു മാറ്റം ഈ മണ്ഡലം ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന് തനിക്ക് സാധിക്കുമെന്നാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.